സിയാലിനെ സമ്പൂർണ്ണ ഏവിയേഷൻ ഇക്കോസിസ്റ്റമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിയാൽ എയ്റോ പാർക്ക് ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കാലാനുസൃതമായ മാറ്റം സിയാൽ ഭംഗിയായി നിർവഹിച്ചു എന്നതാണ് സിയാലിൻ്റെ വിജയരഹസ്യം. ഇവിടെ പുതിയൊരു അധ്യായം കൂടിയാണ് സിയാലിൻ്റെ എയ്റോ പാർക്ക് ഫേസ് 1 വരവോടുകൂടി ഉണ്ടാകുന്നത്. നിറഞ്ഞ സന്തോഷത്തോടെ സിയാൽ എയ്റോ പാർക്ക് ഫേസ് 1 ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. IT പാർക്ക് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടവും എയ്റോ സിറ്റി ഉൾപ്പെടുന്ന മൂന്നാം ഘട്ടവും ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാനുസൃത മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏതൊരു വികസനത്തിന്റെയും വിജയം. വിമാനത്താവളത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം കാലാനുസൃതമായ മാറ്റം ഭംഗിയായി നിർവഹിച്ചു എന്നതാണ് സിയാലിന്റെ വിജയരഹസ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ കാലാനുസൃതമായ മാറ്റം സിയാൽ ഭംഗിയായി നിർവഹിച്ചു എന്നതാണ് സിയാലിൻ്റെ വിജയരഹസ്യം. അത്തരം വികസന കാര്യങ്ങളിൽ പൊതുവെ എല്ലാവരും തൽപരരുമാണ്. സിയാൽ വികസിച്ചു വരുമ്പോൾ സിയാലിൻ്റെ ഓഹരി ഉടമകൾ മാത്രമല്ല, സിയാലുമായിട്ട് ബന്ധപ്പെടുന്ന ലക്ഷക്കണക്കിൽ യാത്രക്കാരും നമ്മുടെ നാടാകെയും സന്തോഷിക്കുകയാണ്. ഏവിയേഷൻ സംബന്ധമായ അറ്റകുറ്റപ്പണികൾ, ട്രെയിനിംഗ്, ടെക്നിക്കൽ സപ്പോർട്ട് സർവീസുകൾ എന്നിവയ്ക്കായുള്ള ഒരു പ്രത്യേക മേഖലയായാണ് എയ്റോ പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും MRO വിഭാഗങ്ങൾക്കും പുറമെ 101 കോടി രൂപയുടെ പുതിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിമാന അറ്റകുറ്റപ്പണികൾ, പാർക്കിംഗ്, എഞ്ചിൻ സ്റ്റോറേജ്, ട്രെയിനിംഗ് ഹാളുകൾ, ക്ലാസ് റൂമുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ പാർക്കിലുണ്ട്. മാത്രമല്ല, എയ്റോ പാർക്കിൽ നിന്ന് എയർപോർട്ട് ഓപ്പറേഷണൽ ഏരിയയിലേക്കും സിറ്റി സൈഡിലേക്കും കണക്ടിവിറ്റിയും ഒരുക്കിയിട്ടുണ്ട്. പുതിയ പദ്ധതിയിലൂടെ നേരിട്ട് 2000-ഓളം പേർക്കും അതിന്റെ 3 ഇരട്ടി പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയുടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കേന്ദ്രമായി എയ്റോ പാർക്ക് മാറും. കഴിഞ്ഞ 10 വർഷക്കാലമായി നടപ്പിലാക്കി വരുന്ന വികസന കാഴ്ചപ്പാടുകൾ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നത് എങ്ങനെയെന്നതിന്റെ നേർചിത്രമാണ് സിയാൽ. നാടിന്റെ വ്യവസായ സാമ്പത്തിക വളർച്ചയുടെ കരുത്തുറ്റ കേന്ദ്രമാണ് വിമാനത്താവളമെന്ന് സിയാലിലൂടെ കേരളം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എയ്റോ പാർക്കിൽ പുതുതായി ചേർത്ത 40,000 ചതുരശ്ര അടിയിൽ 30 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച CIASL ബിസിനസ് സെന്റർ, എയർസൈഡ് ഓപ്പറേഷൻസിന്റെ സുരക്ഷയ്ക്കായുള്ള 13 കോടിയുടെ ടെക്നിക്കൽ സർവീസസ് ഫെസിലിറ്റി, അഗ്നിശമന സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള 2 കോടി ചെലവിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ബ്രീത്തിംഗ് അപ്പാരറ്റസ് ട്രെയിനിംഗ് ഗാലറി എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. കൂടാതെ 45 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 3ാമത്തെ ഹാങ്ങർ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം വ്യോമയാന സുരക്ഷാ പരിശീലനത്തിനായി 8 കോടി രൂപയുടെ ഏവിയേഷൻ പ്രഷർ ഫെഡ് ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റി, ഇന്ത്യയിലാദ്യമായി ഒരു വിമാനത്താവളത്തിനുള്ളിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അണ്ടർ വാട്ടർ റെസ്ക്യൂ ട്രെയിനിംഗ് ഫെസിലിറ്റി എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സാമൂഹിക നീതിയും ജനക്ഷേമവും മുൻനിർത്തിയുള്ള സിയാലിന്റെ വികസന പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച ടേണോവറോടുകൂടി ലാഭത്തിലേക്ക് വന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവള പട്ടികയിലേക്ക് സിയാലിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ നേട്ടം. വ്യോമയാന മേഖല കടുത്ത വെല്ലുവിളി നേരിട്ട കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ അതിവേഗം മറികടന്ന് മികച്ച ടേൺ ഓവറോടെ ലാഭത്തിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് സിയാൽ. ബിസിനസ് വൈവിധ്യവൽക്കരണത്തിന് നൽകിയ മുൻഗണനയാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ഓഹരി ഉടമകൾക്ക് 50% ഉയർന്ന ലാഭവിഹിതം നൽകുന്ന സ്ഥാപനമായി കൊച്ചി എയർപോർട്ട് മാറി. ജീവനക്കാരുടെ ക്ഷേമകാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ മികച്ച മാതൃകയാകാനും സിയാലിന് സാധിച്ചു. വിമാനത്താവളത്തിനായി ഭൂമി നൽകിയവരുടെ ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം നാടിന്റെ സമ്പൂർണ്ണ വികസനത്തിലും സിയാൽ മികച്ച പങ്കുവഹിച്ചുവെന്നും മന്ത്രി പറഞ്ഞു.
ചടങ്ങിൽ സിയാൽ ഡയറക്ടറും പ്രമുഖ വ്യവസായിയുമായ എം എ യൂസഫ് അലി, MLA-മാരായ അൻവർ സാദത്ത്, റോജി എം ജോൺ, രാജ്യസഭാ MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് IAS, അങ്കമാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ, നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ്, കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ, ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഡേവിസ്, അങ്കമാലി മുനിസിപ്പൽ കൗൺസിലർ TY ഏലിയാസ്, സിയാൽ ഡയറക്ടർമാരായ EK ഭരത് ഭൂഷൺ, NV ജോർജ്, വർഗീസ് ജേക്കബ്, സിയാൽ മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് IAS, CIASL മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് J പൂവാട്ടിൽ എന്നിവർ പങ്കെടുത്തു.